നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. മെയിൻ സംസ്ഥാനത്തെ ചേംബർലൈൻ എന്ന നഗരത്തിൽ നടന്ന ഭയാനകമായ ആ ദുരന്തത്തെക്കുറിച്ച് എല്ലാ വശങ്ങളും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇതൊരു മികച്ച സിനിമാറ്റിക് ക്വാളിറ്റിയുള്ള ഹൊറർ സീൻ പോലെയാണ് നമുക്ക് തോന്നുക. കേവലം കെട്ടിടങ്ങൾ കത്തിയമർന്നതിന്റെ കഥയല്ല ഇത് കേട്ടോ, മറിച്ച് കാരി വൈറ്റ് എന്ന ഒരൊറ്റ പെൺകുട്ടിയിലൂടെ ഒരു നഗരം എങ്ങനെ പൂർണ്ണമായി ഇല്ലാതായി എന്നതിലേക്കുള്ള ആഴത്തിലുള്ള യാത്രയാണിത്. ഈ സ്ലൈഡൊന്ന് ശ്രദ്ധിച്ചേ. ഇതൊരു നഗരം കത്തിച്ചാമ്പലായതിന്റെ കഥ മാത്രമല്ലാന്ന് ഞാൻ പറയാൻ കാരണം, ആ നഗരത്തെ ചുട്ടെരിച്ച പെൺകുട്ടിയുടെ മാനസികാവസ്ഥയുടെ കൃത്യമായൊരു പോസ്റ്റ്മോർട്ടം കൂടിയാണിത്. ശരിക്കും എന്താണൊരു സാധാരണ കൗമാരക്കാരിയെ ഇത്രയും വലിയൊരു ഭീകരതയിലേക്ക് തള്ളിവിട്ടത്? അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ സംഭവങ്ങളെ നമുക്ക് 5 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. ചേംബർലൈൻ ദുരന്തം, പീഡനത്തിന്റെ ഘടന, കാരിയിലുണ്ടായ ടെലികൈനറ്റിക് മാറ്റങ്ങൾ, പ്രോം നൈറ്റിലെ അട്ടിമറി, പിന്നെ അവസാനത്തെ ആ വലിയ വിനാശം. ഒന്നാം ഘട്ടം, മായ്ക്കപ്പെട്ടൊരു നഗരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു സാധാരണ കൗമാരക്കാരി ഒരു നഗരത്തെ മുഴുവൻ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? ഇനി രണ്ടാം ഘട്ടം, പീഡനത്തിന്റെ ഘടന അഥവാ കാരി അനുഭവിച്ച ഇരട്ട സമ്മർദ്ദം. ഈ സ്ഫോടനാത്മകമായ അവസ്ഥയെ മനസ്സിലാക്കണമെങ്കിൽ കാരി ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരുന്ന ശ്വാസം മുട്ടിക്കുന്ന ആ 2 സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പെർഫെക്റ്റ് സ്റ്റോം എന്ന് കേട്ടിട്ടില്ലേ? കാരിയുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഒരു വശത്ത് യുവൻ ഹൈസ്കൂളിൽ കൂട്ടുകാരിൽ നിന്ന് നേരിടുന്ന നിരന്തരമായ ക്രൂരതയും പരസ്യമായ അപമാനവും, മറുവശത്ത് സ്വന്തം വീട്ടിൽ അമ്മയിൽ നിന്നും നേരിടുന്ന കടുത്ത മതപരമായ പീഡനങ്ങളും ഉപദ്രവങ്ങളും. ശരിക്കും പറഞ്ഞാൽ അവൾക്കൊരു രക്ഷപ്പെടൽ അവിടെയില്ലായിരുന്നു. ആ ഷവർ ഇൻസിഡന്റ്, അതാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള അവളുടെ അറിവില്ലായ്മയും കൂട്ടുകാരികളുടെ മൃഗീയമായ പരിഹാസവും അവളെ മാനസികമായി തകർത്തുകളഞ്ഞു. അടച്ചുവെക്കൂ എന്ന ആ ആക്രോശങ്ങൾ അവളുടെ കാതുകളിൽ ഒരുപാട് കാലം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇനി വീട്ടിലെ കാര്യം നോക്കാം. മാർഗരറ്റ് വൈറ്റ് എന്ന ആ അമ്മയുടെ മതഭ്രാന്തകാരിയുടെ ഭയത്തെയും കുറ്റബോധത്തെയും അക്ഷരാർത്ഥത്തിൽ ഒരു ആയുധമാക്കി മാറ്റുകയായിരുന്നു. പ്രകൃതിദത്തമായ ശാരീരിക മാറ്റങ്ങളെപ്പോലും പാപമായിട്ടാണ് ആ അമ്മ ചിത്രീകരിച്ചത്. ബാഹ്യലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് അവളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. മൂന്നാം ഘട്ടം, ഒരു വന്യമായ കഴിവുണരുന്നു. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കടുത്ത മാനസിക സമ്മർദ്ദം എങ്ങനെയാണ് അചിന്തനീയമായ ഒരു ശാരീരിക ശക്തിയായി മാറിയത് എന്നതാണ്. നിങ്ങൾ ഇൻ യൂണിവേഴ്സ് പുസ്തകമായ ദ ഷാഡോ എക്സ്പ്ലോഡഡ് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ടെലികൈനസിസ് അഥവാ TK എന്ന ഈ കഴിവ് പാരമ്പര്യമായി ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ കിടന്നിരുന്ന ഈ ശക്തി പുറത്തുവരണമെങ്കിൽ സങ്കൽപ്പിക്കാൻ പോലുമാകാത്തത്ര വലിയൊരു ട്രോമ ആവശ്യമായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ഇതൊക്കെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയായിരുന്നു. വൈകി വന്ന ആർത്തവവും അതിനോടനുബന്ധിച്ചുണ്ടായ മാനസിക ആഘാതങ്ങളും ഒത്തുചേർന്ന് ഒരു ക്രിട്ടിക്കൽ മാസ് സൃഷ്ടിച്ചു. ചുറ്റുമുള്ളവരിൽ നിന്നും നേരിട്ട നിരന്തരമായ പീഡനം അവളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകളെ പൂർണ്ണമായും അൺലോക്ക് ചെയ്തു. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നോ? കാരിയെ വെറുമൊരു ഇരയായി കണ്ടിരുന്നവർക്ക് അറിയില്ലായിരുന്നു ഹൈസ്കൂൾ ഇടനാഴികളിലൂടെ നടക്കുന്ന പൊട്ടാറായ ഒരു ടൈം ബോംബാണ് അവളെന്ന്. അവർ തന്നെ സജ്ജമാക്കിയ ഒരു ആയുധത്തിന് മുന്നിലാണ് നിൽക്കുന്നതെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല. നാലാം ഘട്ടം, പ്രോം നൈറ്റിലെ അട്ടിമറി. നമ്മുടെ ഈ വിശകലനത്തിന്റെ ഏറ്റവും നിർണായകമായ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. മനോഹരമായൊരു സ്വപ്നം വളരെ ആസൂത്രിതമായി ഒരു പേടിസ്വപ്നമായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പോലീസ് റിപ്പോർട്ടുകളും സർവൈവർ ടെസ്റ്റിമണികളും എടുത്തുനോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ക്രിസ് ഹാർഗൻസനും ബില്ലി നോളനും ചേർന്ന് വളരെ ആസൂത്രിതമായാണ് ഈ അട്ടിമറി പ്ലാൻ ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രാത്രിയെ തകർക്കാൻ പന്നിയുടെ രക്തമുപയോഗിച്ചുള്ള അറപ്പുളവാക്കുന്ന ഒരു ക്രൂരമായ പദ്ധതി. ആ രാത്രിയിലെ ടൈം ലൈനൊന്ന് നോക്കാം. 9 മണിക്ക് അവൾ വരുന്നു. ജീവിതത്തിൽ ആദ്യമായി അവൾക്ക് കൂട്ടുകാരുടെ അംഗീകാരം ലഭിക്കുന്നു. 10 മണിക്ക് പ്രോം രാജ്ഞിയായി അവൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. എല്ലാം എത്ര മനോഹരം! പക്ഷേ 10:40 ആ പന്നിച്ചോരവളുടെ മേൽ പതിക്കുന്നതോടെ ആ സന്തോഷം പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ആ നിമിഷം ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞ ഈ വാക്കുകൾക്ക് ശേഷം ഉയർന്ന കൂട്ടച്ചിരി കാരിയുടെ ഏറ്റവും വലിയ ഭയത്തെ സത്യമാക്കി മാറ്റി. തന്റെ ജീവിതം മുഴുവൻ ഒരു വലിയ ക്രൂരമായ തമാശ മാത്രമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ആ നിമിഷമാണ് അവളിലെ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞത്. അവസാനത്തെ ഘട്ടം, നാശത്തിന്റെ ഭൂപടം. നിരന്തരം ഇരയായി ജീവിച്ച ഒരു പെൺകുട്ടി അമാനുഷിക ശക്തികളോടെ അവരെ ശിക്ഷിക്കുന്നവളായി മാറുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ചയാണിത്. ഈ നഗരത്തിന്റെ ഭൂപടമൊന്ന് ശ്രദ്ധിച്ചേ. ഇതൊരു ആകസ്മികമായ പൊട്ടിത്തെറിയല്ല. കാരി വളരെ കൃത്യമായി ജിമ്മിന്റെ വാതിലുകൾ അടച്ചുപൂട്ടി അവിടെ തീവച്ചു.
പിന്നീട് നഗരത്തിലെ ഹൈഡ്രന്റുകൾ പൊട്ടിച്ചും ഗ്യാസ് സ്റ്റേഷൻ തകർത്തും അവൾ തന്റെ വീട്ടിലേക്ക് ഒരു അഗ്നിപഥം തന്നെ സൃഷ്ടിച്ചു. ഒരർത്ഥത്തിൽ ഇതൊരു വലിയ സിനിമയിലെ ഏറ്റവും മികച്ച ക്ലൈമാക്സ് സീൻ പോലെയാണ് അരങ്ങേറിയത്. സ്വന്തം വീട്ടിലെ അവസാനത്തെ ഏറ്റുമുട്ടൽ ശരിക്കും ഹൃദയഭേദകമാണ്. സ്വന്തം അമ്മ കാരിയെ കത്തികൊണ്ട് കുത്തുമ്പോൾ കാരി തന്റെ മനഃശക്തി ഉപയോഗിച്ച് അമ്മയുടെ ഹൃദയമിടിപ്പ് നിർത്തിക്കൊണ്ട് തിരിച്ചടിക്കുന്നു. സ്നേഹം മാത്രം ലഭിക്കേണ്ടിയിരുന്ന ഒരിടത്ത് അവൾക്ക് തിരികെ നൽകേണ്ടി വന്നത് മരണം മാത്രമായിരുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് കാരിയുമായി സൂസ്നെൽ നടത്തിയ ആ ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ വെളിപ്പെടുത്തുന്നത് വളരെ സങ്കടകരമായ ഒരു സത്യമാണ്. നഗരം മുഴുവൻ ഭയന്ന ആ ഭീകരരൂപി യഥാർത്ഥത്തിൽ സ്വന്തം അമ്മയുടെ സ്നേഹം ആഗ്രഹിച്ചിരുന്ന ഭയന്നു വിറച്ച ഒരു ചെറിയ പെൺകുട്ടി മാത്രമായിരുന്നു. ബോബ് ഡിലന്റെ ഈ വരികൾ ശ്രദ്ധിക്കുക. തികച്ചും ഒഴിവാക്കാമായിരുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ സ്മാരകക്കുറിപ്പായി ഈ വരികളെ നമുക്ക് കാണാം. ഒരുപക്ഷെ ആരെങ്കിലും ഒരൽപ്പം കരുണ കാണിച്ചിരുന്നെങ്കിൽ എല്ലാം മാറ്റിമറിക്കാൻ കഴിഞ്ഞേനെയെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു അമാനുഷിക ദുരന്തമായിരുന്നോ, അതോ ഒരു പെൺകുട്ടിയോട് കാണിച്ച നിരന്തരമായ ക്രൂരതകൾക്ക് നേരെ ഒരു നഗരം മുഴുവൻ കണ്ണടച്ചതിന്റെ അനിവാര്യമായ ഫലമായിരുന്നോ? സഹജീവികളോടുള്ള ക്രൂരതയും നമ്മുടെ മൗനവും എവിടം വരെ ചെന്നെത്താം എന്ന ഈ വലിയ ചിന്ത നിങ്ങളിലേക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.